കേരളത്തിലെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും 2026 എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോൾ ഈ 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളിലൊക്കെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, പാലക്കാട്, ചേലക്കരയിൽ വിജയിച്ചില്ലെങ്കിലും CPMൻ്റെ വോട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായി. മൂന്നാമത് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ നേട്ടമുണ്ടാക്കി. ആ നേട്ടമാണ് ഇപ്പോൾ അവർക്ക് വലിയൊരു കുതിപ്പിന് സഹായകമായി നിൽക്കുന്നത്. 100 സീറ്റ് വരെ അവർ മുന്നോട്ട് കാണുകയാണ്. ഈ 100 സീറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു 10 സീറ്റ് വരെ BJP കണക്കുകൂട്ടലുണ്ട്. പലരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. പിന്നെ ബാക്കി LDF പരമദയനീയമായി മാറത്തില്ലേ? UDFൻ്റെ കണക്കൂട്ടൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്കാണ് കണക്കൂട്ടലൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചായിരിക്കും അവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഈ 4 ഉപതെരഞ്ഞെടുപ്പിൽ 3 വിജയം എന്ന് പറയുന്നത് ഈ എന്താണ് സഹതാപതരംഗം കിട്ടിയതാണ്. പാലക്കാട് ഒഴികെയുള്ള സ്ഥലത്തെല്ലാം അങ്ങനെ സംഭവിച്ചതാണ്. തൃക്കാക്കരയിലും അതെ, തീർച്ചയായും പുതുപ്പള്ളിയിലും. അപ്പൊ അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ വിജയമായിട്ട് നമുക്ക് തന്നെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വിജയം, ആ വിജയം നിലമ്പൂരിലെ വിജയം കൂടി കാണണം. നിലമ്പൂരിലെ വിജയം കറക്റ്റ്. ഈ നമ്മുടെ ലോക്സഭയിൽ അവർക്ക് കിട്ടിയ വിജയം, 2024 കിട്ടിയ വിജയം അതുപോലെയാണ് ജനമനസ്സ് എങ്കിൽ തദ്ദേശത്തിൽ തൂത്തു വരേണ്ടതല്ലേ? അത് സംഭവിച്ചില്ലല്ലോ. ഇപ്പോൾ നമ്മൾ 5 കോർപ്പറേഷൻ എടുത്താൽ ഒരു കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നു, 1 LDF ഭരിക്കുന്നു, ബാക്കി 4 അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും മഹാഭൂരിപക്ഷത്തിലും ഈ പറഞ്ഞതിൽ അവർക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല. ഗ്രാമപഞ്ചായത്തുകളിലും കുറേ എണ്ണം കൂടുതലുണ്ട്, ബ്ലോക്കുകളിലും അതുമാതിരിയുണ്ട്, മുനിസിപ്പാലിറ്റികളിലും. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഒരു ജനങ്ങളുടെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ലോക്സഭയിലും തദ്ദേശത്തിലും നിയമസഭയിലും ഒരേ രീതിയിലല്ല അവർ വോട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ട് അതിൽ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ആ ഒരു വ്യത്യാസം ഇക്കുറിയും ഉണ്ടാവും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് കാണുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ മികവ് കൊണ്ട് ജനങ്ങൾക്കുണ്ടായ വെറുപ്പ്, ഈ ഭരണത്തിനെതിരെയുള്ള വെറുപ്പ്, ആൻറ്റി ഇൻകംബൻസി എന്ന സാധനം, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പിടിവള്ളി. അതുകൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടാമത്തെ ഒരു കേസ്, ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഈ ജട്ടി കേസ് വന്നിട്ടുണ്ട്, അണ്ടർവെയർ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ LDFന് മികച്ചതെന്ന് പറയാനൊന്നും അവരുടെ കയ്യിലില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയന് ഇത് വളരെ മുന്നേ അറിയാം എന്ന് തോന്നുന്നു. ആന്റണി രാജുവിനെ ഒന്ന് കനിഞ്ഞതാണ്. ആദ്യ തവണ തന്നെ മന്ത്രിസ്ഥാനം, രണ്ടാമത്തെ തവണ കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അല്ല, അത് അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ കേസ് ലൈവായിട്ട് പോയും ആന്റണി രാജു സുപ്രീം കോടതി പോയിട്ടും അദ്ദേഹത്തിന് അനുകൂലമായൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലായോണ്ടായിരിക്കാം ആദ്യ ടൈം കൊടുത്ത് പുള്ളിയെ ഒഴിവാക്കിയത്, ഇനി മന്ത്രിയാക്കാതിരിക്കണ്ടല്ലോ എന്ന് കരുതി ഒഴിവാക്കിയത്. പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് കൂടി CPMന് കിട്ടിയിരിക്കുകയാണ്. കാരണം ഇനി ആ പാർട്ടിയിൽ ആരും ഇല്ല, ആന്റണി രാജു മാത്രം ഒരു ഒറ്റയാൾ പാർട്ടിയായിരുന്നു അത്. ഇനി മത്സരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നിയമസഭാ സീറ്റ് CPM ഏറ്റെടുക്കും. പക്ഷേ ഇവിടെ UDFൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, 100 സീറ്റ് ഞങ്ങൾ ജയിക്കും, ഈസി വാക്ക് ഓവറാണ് എന്നൊക്കെ ഈ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ UDFകാർ അതിനനുസൃതമായി പ്രവർത്തിച്ചില്ല എങ്കിൽ മനപ്പായസമായിട്ട് നമുക്കിനെ കാണേണ്ടി വരും ഈ 100 സീറ്റ്. കാരണം CPM എന്ന പാർട്ടി കൃത്യമായൊരു കാഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അവരുടെ വീഴ്ചകൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കാൻ പ്രാപ്തിയുള്ളൊരു പാർട്ടിയാണ്. അതിനെ നയിക്കുന്നത് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഈ പറഞ്ഞ കൗശലക്കാരനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴുള്ള ഇവരിലിരിക്കുന്ന ഈ ആയുധങ്ങളൊന്നും പോരാ ജയിച്ചു വരാൻ. ഈ പറഞ്ഞ 100 സീറ്റ് കിട്ടണമെങ്കിൽ അതൊന്നും പോരാ. 100 സീറ്റിലെത്തില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഭരണത്തിലെത്തണമെങ്കിൽ പോലും വല്ലാത്ത രീതിയിൽ അവർ ഒരു പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ നടത്തിയാൽ മാത്രമേ എത്താൻ കഴിയൂ. എനിക്ക് തോന്നുന്നു അവരുടെ കണക്ക് കൂട്ടലില്ലേ, ഇപ്പം ലീഗിന് കൊടുക്കുന്ന സീറ്റ്, ലീഗിന് ഇപ്പം നിലവിൽ 15 സീറ്റ് ഉണ്ട്. ഇനി അവർക്ക് കൊടുക്കുന്നത് 25 സീറ്റ് വരെയാണ്. കൂടുതൽ വേണം പറയുന്നുണ്ട്, കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതിന് വഴങ്ങുകയും ചെയ്യും. അതെ. പക്ഷെ അവരുടെ സീറ്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും നല്ലൊരു പങ്കും അവർ വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കും. പിന്നെ അവർക്ക് ചില ഈ UDF പൊതുവെ ചില ജില്ലകളുണ്ട്. ഇപ്പൊ എറണാകുളം ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂല സാഹചര്യമാണ് എല്ലാ കാലത്തും. തീർച്ചയായിട്ടും. ഇപ്പൊ അവിടെ 4 മണ്ഡലം മാത്രമേ ഉള്ളൂ LDF കൈവശമുള്ളത്. അതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ അതുപോലുള്ള മറ്റ് പല ഇടങ്ങളുമാണ് ഇവരുടെ പ്രധാന നോട്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന്റെ സീറ്റുകൾ ജാതി മത അധിഷ്ഠിതമാണ്. നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ മലബാറിൽ ലീഗിന് കൊടുക്കുന്ന സീറ്റുകളെല്ലാം തന്നെ മുസ്ലിം സീറ്റുകളാണ്. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ മറ്റെല്ലാ ഭിന്നതകളും മറന്ന് അവർ ലീഗിന് വോട്ട് ചെയ്യും. അപ്പോൾ ലീഗ് അവരുടെ സീറ്റുകളെല്ലാം വലിയ കുഴപ്പമില്ലാതെ ജയിച്ചു വരും. അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ച പോലെ മഹാഭൂരിപക്ഷം സീറ്റിൽ അവർ ജയിച്ചു വരും. എറണാകുളം ജില്ല എന്ന് പറയുന്നത് ലത്തീൻ സഭ, അതായത് ലാറ്റിൻ ക്രിസ്ത്യൻസിന് LC-കാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ. പക്ഷെ അവിടെ ഭൂരിപക്ഷം ഹിന്ദുവാണെന്ന് ഓർക്കണം. എറണാകുളം ജില്ലയിൽ ഡെമോഗ്രഫി പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹിന്ദുക്കളാണ്. പക്ഷേ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഈ ലാറ്റിൻ സഭ നിർണ്ണയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അവിടെ മേയർ തീരുമാനിച്ച പോലും അങ്ങനെ ആയിരുന്നില്ല, കൊച്ചി മേയർ പോലും. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും ഈ നമ്മുടെ തീരദേശ മേഖല അനുസരിച്ചിട്ട് ലത്തീൻ സഭയ്ക്ക് വലിയ ഹോൾഡ് ഉള്ളതാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രൽ പലപ്പോഴും അവരുടെ കൈകളിൽ ആണ്. കോവളം നേരിട്ട് പാറശാലയൊക്കെ ബാധിക്കും ഇത്. അതുപോലെ തന്നെ ഈ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ, മധ്യകാലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ അച്ചായന്മാരുടെ ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. ഒരു കേരള കോൺഗ്രസ് തട്ടകമാണ്. അപ്പോൾ ജാതി മത അധിഷ്ഠിതമായിട്ടാണ് ഈ കോൺഗ്രസ് എല്ലാ കാലത്തും കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇവരോട് അതിർത്തി ഉണ്ട് എങ്കിൽ അവിടെ തിരിച്ചറിവുണ്ടാവും. ഇതാണ് ഇതുവരെ കണ്ടുവരുന്നത്. അതേസമയം മറുപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന അവർ രാഷ്ട്രീയ വോട്ടുകളാണ് കൂടുതൽ. അവരും ജാതിയും മതം നോക്കുന്നില്ല, കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നോക്കുന്ന പോലെ അത്ര വ്യാപകമായ ഒരു രീതിയിലില്ല. അവിടെ ഒരു രാഷ്ട്രീയ വോട്ടാണ് അവർ കൂടുതലായിട്ട് അവരെ പിന്തുണയ്ക്കുന്നത്. ഒപ്പം തന്നെ ഭരണത്തിൻ്റെ മികവും ഇത് രണ്ടും കണ്ടിട്ടാണ് LDF ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ CPM വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവരാണ് കൃത്യമായിട്ട് മതേതരമായി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും CPM പലപ്പോഴും ഉയർത്തി കൊണ്ടുവരുന്നത് കേരളത്തിലെ ഹിന്ദുക്കളാണ്. ആ സത്യം ഇതുവരെ CPM അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. പക്ഷെ ഇപ്പോൾ അവർ ഈ തദ്ദേശം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ശബരിമല പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ചില അതിർത്തി വന്നു, അത് കാരണമാണ് തോറ്റെന്ന് പറഞ്ഞു. അത് ഒന്ന് മനസ്സിലാക്കേണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് CPM സമ്മതിക്കുന്നു ഞങ്ങളുടെ വോട്ട് ബേസ് ഹിന്ദുക്കളാണ് എന്നവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ അന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ CPM നടത്തുക. എന്നാൽ മാത്രമേ ഈ UDF കടന്നുകയറ്റത്തെ അവർക്ക് ചേർക്കാൻ കഴിയുള്ളൂ. ഒരു മൂന്നാമതൊരു ടേം ആണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ CPM നേതാക്കൾ ചേർന്നിട്ട് ഇദ്ദേഹത്തെ തന്നെ പാർട്ടി നയിക്കാൻ തീരുമാനിച്ചല്ലോ, അവരുടെ സെക്രട്ടറി തീരുമാനിച്ചിട്ട്. പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം വെച്ചാൽ പിണറായി വിജയനാണ് മൂന്നാമത് മുഖ്യമന്ത്രിയായിട്ട് അവർ പ്രഖ്യാപിക്കുന്ന അർത്ഥം. അപ്പോൾ അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എങ്കിൽ, പാർട്ടി പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തെ ആണ് എങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ തന്നെയായിരിക്കും. അത് തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇവർക്ക് ഏത് തരത്തിൽ പല സാഹചര്യങ്ങളും അനുകൂലമാക്കാവുന്നതാണ്. കാരണം ശബരിമല വിഷയവും ഒക്കെ നിൽക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അവരുടെ ആ 100 സീറ്റ് എന്നുള്ളത് ഒരുപക്ഷെ BJP കേരളത്തിൽ ഇത്രത്തോളം ഇടം പിടിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നടന്നേനെ അല്ലേ? അല്ല, BJP എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവർക്കൊരു വിഷയമല്ല. അത് സ്വാഭാവികമായിട്ടും നേരിട്ട് ബാധിക്കുന്നത് CPM. പക്ഷേ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇവർ 100 സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നുണ്ടല്ലോ, ടാർഗറ്റ് 100 സീറ്റ് ലക്ഷ്യം വയ്ക്കുകയാണ്. അതിലേക്ക് നമുക്ക് ജയിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുമ്പോൾ പോലും ആൻറ്റി ഇൻകംബൻസി നല്ല രീതിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ്സിലെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഭിന്നത, നേതാക്കൾ തമ്മിലുള്ള ഭിന്നത, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, ഇപ്പോൾ പുനർജനയായിട്ട് ബന്ധപ്പെട്ട് VD സതീശന് വരുന്ന ആരോപണങ്ങൾ, പിന്നെ സോണിയാഗാന്ധി സ്വർണ്ണ കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കുള്ള അടൂർ പ്രകാശിന്റെ പേര്, ഇങ്ങനെ ഇതെല്ലാം CPM പ്രചരണം ആയുധമാക്കും. അവർക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ ഇനി കോൺഗ്രസ് BJP പോയാലും നമുക്ക് വിഷമമില്ല. പക്ഷേ കോൺഗ്രസിലേക്ക് പോരുന്ന ആഗ്രഹിക്കുന്നവരാണ് CPM. കാരണം കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന സീറ്റാണ്, മറ്റേത് സംഭവിക്കില്ല. BJP അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ CPM ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ലൈൻ BJPയോട് സ്വീകരിക്കുകയും ഏറ്റവും ശക്തമായിട്ട് UDF തന്നെ നീങ്ങുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശൈലിയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ CPM സ്വീകരിക്കുക. കാരണം 72 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്തണം, എന്നാൽ മാത്രമേ സർക്കാർ രൂപീകരണം സാധ്യമാകത്തുള്ളൂ. അതിനുള്ള ശ്രമം നടത്തുക. ഇപ്പുറത്ത് UDF സംബന്ധിച്ചിട്ട് അവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ജീവൻ മരണ പോരാട്ടമാണ്.
ഇപ്പോഴില്ലെങ്കിൽ ഇനി കേരളത്തിലില്ല, ഒരിക്കലുമില്ല എന്നുള്ള സാഹചര്യമാണ് അവരെ കാത്തിരിക്കുന്നത്. വലിയൊരു എന്താണ് ഒരു ശൂന്യതയാണ് അവരുടെ മുന്നിലുള്ളത്. ആ ശൂന്യതയെ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2026 നടക്കാൻ പോകുന്ന കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.